ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 2014 പ്ലസ് ടു ഒക്കെ കഴിഞ്ഞത്. ഞാൻ 4 സബ്ജക്റ്റിൽ ഫെയിൽഡായി. അപ്പോൾ വളരെ ദുഃഖിതനായി. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ പല വഴിക്കായി. അങ്ങനെ ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് എൻ്റെ സ്വന്തം ഇളയമ്മ, ഉപ്പയുടെ അനിയൻ്റെ ഭാര്യ. അയാള് മരണപ്പെട്ടു. രാജുൻ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുക. അപ്പോ ആള് പറഞ്ഞു, നീ 6 മാസം കൊണ്ട് ചെയ്യുന്ന പ്ലസ് ടു കംപ്ലീറ്റ് അങ്ങനത്തൊന്നും പോകാൻ നിൽക്കണ്ട, നീ ഒരു ട്യൂഷന് പോയിട്ട് നീ സ്വന്തമായി അടുത്ത വർഷം മാർച്ചിൽ എക്സാം വരുമ്പോൾ നീ അവിടെ പോയി എഴുതണം. അങ്ങനെ അപ്പോൾ ആ സബ്ജക്റ്റ്, നീ തോറ്റ സബ്ജക്റ്റ് നീ ട്യൂഷന് പോയിട്ട് പാസ്സാവണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ തോറ്റ 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലും അറബിയിലും പാസ്സായി. ബാക്കി പൊളിറ്റിക്സ് സയൻസ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടിങ്, ഈ 4 സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായി. ഈ 3 സബ്ജക്റ്റ്, പൊളിറ്റിക്സ് സയൻസ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഞാൻ ലേബർ ഇന്ത്യ പോലെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന അതും വായിച്ചിട്ട് ഞാൻ ക്ലിയർ ആക്കി. പിന്നെ ഒരു സബ്ജക്റ്റ് വേണ്ടത് എനിക്ക്, അത് വായിച്ചാൽ മനസ്സിലാവില്ല, അത് പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കണം, അക്കൗണ്ടൻസ്. അപ്പോൾ ഞാൻ അതിന് ട്യൂഷന് പോയി. അങ്ങനെ കഠിന പ്രയത്നമായിരുന്നു 1 വർഷം. അപ്പോൾ എൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ മുകളിലോട്ട് ഞാൻ വലിച്ചെറിഞ്ഞു. കാരണം ഈ മൊബൈൽ കാരണം നമുക്ക് പഠിക്കാനൊന്നും കോൺസെൻട്രേറ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ എക്സാം കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ നിന്ന് മൊബൈൽ എടുക്കത്തുള്ളൂ. എക്സാം ഒക്കെ കഴിഞ്ഞു, നേരെ ഞാൻ വീടിൻ്റെ അവിടെ പോയി മൊബൈൽ ഞാൻ എടുത്തു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. നല്ല മാർക്ക് ഉണ്ടായിരുന്നു എല്ലാ വിഷയത്തിലും. പിന്നെ അക്കൗണ്ടൻസിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി മാർക്ക് കിട്ടി. 64 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു. എന്തെങ്കിലും ലക്ഷ്യം കാണണമെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അത് മൊബൈലായിക്കോട്ടെ, മറ്റെന്തു കാര്യമായിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.